ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പെപ്പർ പോട്ട്സ്. അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാവരും തംബ്നെയിലിൽ കണ്ടതുപോലെ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഹെന്ന അപ്ലൈ ചെയ്യുന്നതെന്നുള്ള വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാവരും നമ്മളിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും എനിക്കറിയാം ഹെന്ന അപ്ലൈ ചെയ്യുന്നവരായിരിക്കും. പക്ഷെ നിങ്ങൾക്കൊക്കെ മുടി പ്രോപ്പറായിട്ട് മുടിയുടെ ആ ഒരു ബ്ലാക്ക് കളർ കിട്ടുന്നുണ്ട്. ഞാൻ കറക്റ്റായിട്ട് ഹെന്ന അപ്ലൈ ചെയ്യുന്ന ഒരാളാണ്. മാസത്തിൽ ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ ഹെന്ന അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമില്ല. മാസത്തിൽ ഒരു പ്രാവശ്യം ഇല്ല. ഒരുപാട് വെള്ള കളർ മുടിയുള്ളവരാണെങ്കിൽ 15 ദിവസത്തിൽ ഒരു പ്രാവശ്യം, അതായത് 15 ദിവസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം. നിങ്ങൾ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് 15 ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഹെന്ന അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ബിക്കോസ് ഇല്ലെങ്കിൽ മുടി ഒരുപാട് വരണ്ട് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതും നമ്മൾ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ അതിനകത്ത് മിക്സ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസ് കറക്റ്റായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഹെന്ന മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പ്രോപ്പറായിട്ട് ഹെന്ന എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. എങ്ങനെയാണ് പ്രോപ്പറായിട്ട് മിക്സ് ചെയ്ത് തലയിൽ അപ്ലൈ ചെയ്യേണ്ടത്, അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ളൊരു കുഞ്ഞ് ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോഴാണ് പുതിയതായിട്ട് ഇടുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഹെന്ന മിക്സ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഹെന്ന എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഹെന്ന ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഇതുപോലൊരു ഇരുമ്പ് ചട്ടി എടുക്കുക. ഇരുമ്പ് ചട്ടിയിൽ ഹെന്ന ഉണ്ടാക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ഒരു ദിവസം വെച്ചിട്ടാണ് ഹെന്ന അടുത്ത ദിവസം തലയിട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇരുമ്പ് ചട്ടിക്കകത്താകുമ്പോൾ കുറച്ച് ഇരുമ്പ് അംശം കൂടെ ഇറങ്ങും. അതുകൊണ്ട് ഇരുമ്പ് ചട്ടി എടുക്കുക. ഈ ഇരുമ്പ് ചട്ടിക്ക് അകത്ത് എന്താണെന്ന് പറഞ്ഞാൽ എണ്ണയാണ്. എണ്ണ ഓൾറെഡി അതിനകത്ത് ഇച്ചിരി ഉണ്ടായിരുന്നതാണ്, അത് ഞാൻ കളഞ്ഞില്ല. സോ ഇതുപോലൊരു കുഞ്ഞ് ഇരുമ്പ് ചട്ടി എടുക്കുക. അതിനകത്ത് നമുക്ക് ആവശ്യത്തിന് മൈലാഞ്ചിയുടെ പൊടി, നമുക്ക് തലയ്ക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും മൈലാഞ്ചിയുടെ പൊടി. ഞാനിവിടെ ഒരു 1/2 കപ്പ് മൈലാഞ്ചിയുടെ പൊടി എടുത്തിട്ടുണ്ട്. മൈലാഞ്ചിയുടെ പൊടി. അതിൻ്റെ കൂടെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/4 കപ്പ് കറിവേപ്പില പൊടിച്ചത്. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില അരച്ചെടുക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ കറിവേപ്പില പൊടിച്ചത്. 1/2 കപ്പ് കറിവേപ്പില പൊടിച്ചത്. അതിൻ്റെ കൂടെ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണെന്ന് വെച്ചാൽ മുൾട്ടാണി മിട്ടിയാണ്. നമ്മുടെ മുൾട്ടാണി മിട്ടിയില്ലേ, അത് മുടിക്കൊരു സോഫ്റ്റ്നെസ് കൊടുക്കും. കുറച്ച് റഫാക്കും, എങ്കിലും മുടിക്കൊരു സോഫ്റ്റ്നെസ് കൊടുക്കും. നമുക്ക് റഫാക്കുന്നത് മാറ്റാൻ വേണ്ടിയിട്ട് വേറെ സാധനങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പേടിക്കേണ്ട. ഒരു ടേബിൾ സ്പൂൺ മുൾട്ടാണി മിട്ടിയുടെ പൊടി, അതൊരു 1 ടേബിൾ സ്പൂൺ. ഞാൻ ഈ പറയുന്നതെല്ലാം കറക്റ്റായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ, എങ്കിലും അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. ഇത് നമ്മുടെ ചെമ്പരത്തി പൂവ് പൊടിച്ചത്. എൻ്റെ കയ്യിൽ ഫ്രഷ് ചെമ്പരത്തി പൂവ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ചെമ്പരത്തി പൂ പൊടിച്ചത് യൂസ് ചെയ്യുന്നു. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തി പൂവ് ഉണ്ടെങ്കിൽ ചെമ്പരത്തി പൂവ് ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതാണ് ഇത് ചെമ്പരത്തി പൂവിൻ്റെ പൊടിയാണ്. ഒരു ടേബിൾ സ്പൂൺ ചെമ്പരത്തി പൂവിൻ്റെ പൊടി. അത് കഴിഞ്ഞ് വേണ്ടത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ടില്ലേ, ബീട്രൂട്ട് അരച്ചതാണിത്. നിങ്ങൾക്ക് ബീട്രൂട്ട് ഇങ്ങനെ അരച്ചുപയോഗിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ജ്യൂസ് എടുത്ത് ഉപയോഗിക്കാം. ഞാൻ എപ്പോഴും ഇങ്ങനെ അരച്ചിട്ട് അങ്ങനെ നല്ല മഷി പോലെ അരച്ചിട്ട് അങ്ങനെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു ഒരു ഫുൾ ബീട്രൂട്ട് ഉണ്ട്, അതായത് ചെറിയ ബീട്രൂട്ട് ഒരെണ്ണം ഫുള്ള്. അതുപോലെ ഒരു ബീട്രൂട്ട് ഫുള്ളായിട്ട് അരച്ചെടുക്കുക. മുടിക്ക് നമ്മൾ മൈലാഞ്ചി ഉപയോഗിക്കുമ്പോൾ ഉണ്ടല്ലോ, മുടിക്ക് ഒരുമാതിരി ചെമ്പൻ കളർ, അതൊരു വൃത്തിയുടെ കളറാണ്. അതുകൊണ്ട് ആ കളർ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇത് ഉപയോഗിക്കുന്നത്, ബീട്രൂട്ട്. അപ്പോൾ ബീട്രൂട്ട് തേക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ തലയ്ക്ക് ഒരു ബർഗണ്ടി കളർ കിട്ടും. അത് വെയിലൊക്കെ നിൽക്കുമ്പോൾ മുടി കാണാൻ നല്ല ഭംഗിയായിരിക്കും. ലൈക്ക് നമ്മുടെ മുടിക്കൊരു കളർ കൊടുത്തതുപോലെ ഉണ്ടാവും ഈ ബീട്രൂട്ട് അരച്ചത് ചേർത്ത് കഴിഞ്ഞാൽ. ഒരു ചെറിയ ബീട്രൂട്ട് അരച്ചത്. പിന്നെ അതിൻ്റെ കൂടെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ അല്ല, 1 ടീസ്പൂൺ ഇത് കാപ്പിപ്പൊടി, ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടി, ഒരു ടീസ്പൂൺ. ഇത് മുടിക്കൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാപ്പിപ്പൊടി. പിന്നെ ഇതിൻ്റെ കൂടെ വേണ്ട ഒരു സാധനങ്ങളോടുണ്ട്, 2 നെല്ലിക്ക നല്ലതുപോലെ അരച്ചതും കൂടെ ചേർക്കണം. എൻ്റെ കയ്യിൽ ഇപ്പോൾ നെല്ലിക്ക ഇല്ല, ഞാൻ അന്വേഷിച്ചിട്ടും എനിക്ക് നെല്ലിക്ക ഇവിടെ കിട്ടിയില്ല, അതുകൊണ്ട് ഞാനിവിടെ നെല്ലിക്ക എടുത്തിട്ടില്ല. നിങ്ങൾ പക്ഷേ 2 നെല്ലിക്ക കൂടെ ചേർക്കണം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിനകത്ത് ചേർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെള്ളം ഉപയോഗിച്ചല്ല മിക്സ് ചെയ്യേണ്ടത്. ഇത് മിക്സ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് തേയില വെള്ളം, അതായത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു 3 സ്പൂൺ വലിയ സ്പൂൺ തേയില ഇട്ട് തിളപ്പിച്ച തേയില വെള്ളമാണിത്. തേയില എത്രത്തോളം ഇടുന്നോ അത്രത്തോളം നല്ലതാണ്, മുടിക്കൊരു കളർ കിട്ടും, ഒരു കറുപ്പ്. നിങ്ങൾ അതിൻ്റെ കൂടെ കാപ്പിപ്പൊടി, ചില പേര് ചെയ്യാറുണ്ട്, തേയില വെള്ളം തിളപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ കാപ്പിപ്പൊടിയും കൂടി ഇട്ട് തിളപ്പിക്കും. അങ്ങനെ ചെയ്യരുത്. കാപ്പിപ്പൊടി നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടാൽ മതി. ഇതുപോലെ നല്ലതുപോലെ തേയില വെള്ളം ഒഴിച്ച് വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് മിക്സായി വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് ചേർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈര്
നമ്മൾ ഉണ്ടാക്കി വെച്ച തൈരില്ലേ, തൈരിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു 2 സ്പൂൺ തൈര്. തൈര് മുടിക്കൊരു സോഫ്റ്റ്നെസ് കൊടുക്കും, അതുകൊണ്ട് ഒരു 2 സ്പൂൺ തൈര്. ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. തേയില വെള്ളം നമ്മൾ ഉണ്ടാക്കുമ്പോൾ സൂക്ഷിച്ച് ഉണ്ടാക്കണം. ബിക്കോസ് ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് ഒരു 3-4 സ്പൂൺ, എത്ര തേയില ഇച്ചിരി കൂടിപ്പോയെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, ഒരു 3-4 സ്പൂണ് തേയില ഇട്ടിട്ടാണ് നമ്മളത് തിളപ്പിക്കുന്നത്. തിളപ്പിച്ച് ഒരു ഗ്ലാസ്സിനെ ഒരു 1/2 ഗ്ലാസ് ആക്കിയാണ് നമ്മൾ എടുക്കുന്നത്. നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് അതിനകത്ത് പിന്നെ നമ്മൾ ഉപയോഗിക്കാനാണ്, നമ്മൾ തലയിൽ ഏത് എണ്ണയാണോ തേക്കുന്നത് ആ എണ്ണ 1 ടേബിൾ സ്പൂൺ, അതായത് മുടി വരളാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. തലയിൽ ഏത് എണ്ണ, ഇപ്പം ഞാനിപ്പോൾ ഒരു കാച്ചിയ എണ്ണയുടെ ഇതിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ സെയിം എണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആ എണ്ണ ഒരു ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ എണ്ണ നിങ്ങൾ നിർബന്ധമായും ഉപയോഗിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഹെന്ന തേച്ച് കഴിയുമ്പോഴത്തേക്ക് മുടിയെല്ലാം പൊട്ടി അതിൻ്റെ പാട്ടിന് പോകും. അതുകൊണ്ട് ഹെന്ന കറക്റ്റായിട്ട് ഉപയോഗിക്കണം, മറക്കരുത്. നിങ്ങൾ കറക്റ്റായിട്ട് ഹെന്ന മിക്സ് ചെയ്യേണ്ട രീതി ഇതാണ്. ഇങ്ങനെയാണ് കറക്റ്റായിട്ട് ഹെന്ന മിക്സ് ചെയ്യേണ്ടത്. ബീട്രൂട്ടിൻ്റെ കളർ ഇഷ്ടമില്ലാത്തവർക്ക് ബീട്രൂട്ട് അവോയ്ഡ് ചെയ്യാം. ഇല്ലെങ്കിൽ ബീട്രൂട്ടിൻ്റെ കളർ എന്തായാലും ഇഷ്ടമാവാതിരിക്കില്ല. നിങ്ങൾ ഒരു പ്രാവശ്യം തേച്ച് നോക്കൂ, നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ഭംഗിയാണ് ബീട്രൂട്ട് തേക്കുമ്പോൾ മുടി കാണാനായിട്ട് അത്രയ്ക്ക് ഭംഗിയാണ്. കുറച്ച് കൂടുതൽ കുഴച്ചെടുക്കാം. അത് നമുക്ക് ആ തേയില വെള്ളം ഒഴിച്ചിട്ട്, ബിക്കോസ് ഇത് ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ ഒന്ന് മുറുകും, ഒന്ന് ടൈറ്റ് ആകും. അതായത് നമ്മൾ രാത്രി മൊത്തം ഇത് വെച്ചിട്ട് രാവിലെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ ഇത് വെച്ചേക്കുമ്പോഴത്തേക്ക് ഇതൊന്ന് ടൈറ്റ് ആകും. സോ നമ്മൾ അതിനെ ഒന്ന് ലൂസാക്കുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്യാനായിട്ട്. നല്ലതുപോലെ ഇത് നിങ്ങളൊരു മിനിമം ഒരു 8 to 9 മണിക്കൂർ, അതായത് രാത്രി ഫുള്ള് വെച്ചേക്കണം. രാത്രി ഫുള്ള് വെച്ചിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. നല്ലപോലെ മിക്സ് ചെയ്യുക. വെള്ളം നിങ്ങൾ ഉപയോഗിക്കേണ്ട, തേയില വെള്ളം ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. ഒരു പക്ഷേ നിങ്ങൾ തേയില വെള്ളം ഉപയോഗിച്ചിട്ട് ആവശ്യത്തിന് പറ്റിയില്ല, മിക്സ് ആയില്ല എങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഉപയോഗിച്ച് മിക്സ് ചെയ്യുക. ഇതാണ് അതിൻ്റെ പരുവം, ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. ഇങ്ങനെയാണ്. ഇരുമ്പ് ചട്ടി ഇല്ലാത്തവർ വിഷമിക്കേണ്ട, സാധാരണ പ്ലാസ്റ്റിക് മാത്രം എടുക്കേണ്ട, അല്ലാത്തവരുള്ള സ്റ്റീലിലോ എന്തിനകത്തെങ്കിലും മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ഹെന്നയുടെ മിക്സർ ഇരിക്കേണ്ടത്. ഇതാണ് ഹെന്നയുടെ കറക്റ്റ് മിക്സ്ചർ. ഇങ്ങനെയാണ് ഹെന്ന കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത്. ഈ ഒരു രീതി, ഈ ഒരു ടെക്സ്ചർ ആയിരിക്കണം അതിനുണ്ടായിരിക്കേണ്ടത്. ഇത് നമ്മൾ തലയിൽ ഒരു നല്ല ഒരുപാട് വെള്ള മുടിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു 3 to 4 മണിക്കൂർ വരെയെങ്കിലും തലയിൽ വെച്ചേക്കണം. ഇല്ല, തലയ്ക്കൊരു സോഫ്റ്റ്നെസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഒരു 1 മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് കഴുകിക്കളയാം. നല്ലപോലെ പക്ഷേ കഴുകുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഷാമ്പു ഉപയോഗിച്ച് കഴുകരുത്. ചുമ്മാ റഫായിട്ട് നമ്മൾ കഴുകിക്കളഞ്ഞാൽ മതി. ഹെന്ന അപ്ലൈ ചെയ്തതിന് ശേഷം 2 ദിവസത്തേക്ക് ഷാമ്പു ഉപയോഗിക്കാനും പാടില്ല. അതുപോലെ ഹെന്ന ഒരു 2 to 3 മണിക്കൂർ വരെ തലയിൽ വെച്ചിട്ട് നോർമൽ വാട്ടറിൽ കഴുകിക്കളയുക. അതിൻ്റെ പാട്ടിനെ ഡ്രൈ ആക്കാൻ വിടുക. ഒന്നും ഷാമ്പു കണ്ടീഷണർ ഒന്നും വേണ്ട. മുടി നല്ല നാച്ചുറലായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം ചീകുക മുടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഹെന്ന പ്രോപ്പറായിട്ടുള്ള രീതിയിൽ തയ്യാറാക്കുന്നത്. എല്ലാവരും ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള നിറയെ ബ്യൂട്ടി ടിപ്സുമായിട്ട് ഇനിയും ഞാൻ വരുന്നതാണ്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കിട്ടെല്ലാം ഈ ഒരു പ്രോപ്പറായിട്ടുള്ള ഹെന്ന എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളുടെ കൂട്ടുകാർക്കിട്ട് എല്ലാം എത്തിക്കുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.